So welcome back dears to another class. Today on this class we are going to discuss the learning excellence worksheet from standard 7 English. Okay, we already discussed the activity cards 1 to 5. Today we are going to discuss the activity card 6 onwards. Are you ready for that? We are going to analyze the activity cards on the 7th standard English. Let's get it out. നോക്കാം ആക്ടിവിറ്റി കാർഡ് 6. ഫസ്റ്റ് ആക്ടിവിറ്റി, വാട്ട് ഈസ് ഹി തിങ്കിങ്? എന്താണ് അവൻ ചിന്തിക്കുന്നത്? ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് എ റിവർ വാസ് വാക്കിംഗ് ബാക്ക് ഹോം. നമ്മൾ പരിചയപ്പെട്ട ഹൗ ഫാർ ഈസ് റിവർ എന്നുള്ള പാഠഭാഗത്തുള്ള കുട്ടി തിരിച്ച് പുഴ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓൺ വാക്കിംഗ് ബാക്ക് ഹോം he was really carried away by the thrilling experience of the river and the valley. അല്ലേ, അങ്ങനെ നടന്ന് പിറകോട്ട് പോകുമ്പോൾ അവന് കുറേ കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ ചിന്തകളിൽ ഇങ്ങനെ ഉയർന്നു വന്നു. അബൌട്ട് ദ ത്രില്ലിംഗ് എക്സ്പീരിയൻസ്, അവന് ഇതുവരെ ഇല്ലാത്ത ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഓഫ് ദ റിവർ, ആ പുഴയെ പറ്റിയിട്ട്, ആൻഡ് ദ വാലി, ആ ഒരു താഴ്വരയെ പറ്റിയിട്ട്. ദെൻ he had never experienced such a feeling before. അവൻ അങ്ങനെ ഒരു ഫീലിംഗ് ഈ ജീവിതത്തിൽ അവന് വേറെ ഉണ്ടായിരുന്നില്ല. Then what you have to do? What will be the thoughts of the boy be? Okay, അവന്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും അല്ലേ? ചിലപ്പോ അവൻ പുഴയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. Absolutely yes. About the valley, about the characters that he met on the journey. Like the boy, like the village boy, that girl, maybe about that woodcutter, mule drivers, etc. അല്ലേ, അത്തരം നിരവധിയായ ആളുകളെ അവൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായിരിക്കാം. പിന്നെയോ ആ പുഴയെ പറ്റിയിട്ട് അല്ലെ, ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ജേണി അല്ലെ. വീട്ടിൽ നിന്ന് ആ താഴ്വരയിലൂടെ അവൻ കുറേ ദൂരം മുമ്പോട്ട് പോയിട്ടാണ് ആ പുഴ കണ്ടത്. അതും ഒറ്റയ്ക്കാണ് അവൻ പോയത്. ഇത്തരം നിരവധിയായ ചിന്തകൾ അല്ലെ, വീണ്ടും വീണ്ടും കാണണമെന്ന ആഗ്രഹം അവനുണ്ടായിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളാണ് ആ ഒരു ബോയ് എങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും, അതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് അല്ലേ. നോക്കാം, നമുക്ക് അടുത്ത ആക്ടിവിറ്റി കാർഡ് നമ്പർ 7. Describe the event. In the story A Snake in the Grass by A.K. Narayan, the neighbors had come in search for the snake, but they couldn't find the snake until the evening. നമ്മൾ പരിചയപ്പെട്ട ഒരു കഥയാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകാം. നിങ്ങൾ ആ വീഡിയോ കൂടി ഇതിന്റെ ഭാഗമായിട്ട് കണ്ടുപോവുക. നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോയ ആ സ്റ്റോറി ഇങ്ങനെയാണ് അല്ലേ. ആ ഒരു സൈക്ലിസ്റ്റ്, തുടക്കം അവിടെയാണ്. എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ ഫ്രാന്റിക്കലി ആൻഡ് ഷൗട്ട് അല്ലെ, ആ ഒരു ഭാഗത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ആ പാമ്പ് എങ്ങോട്ട് കയറി വന്നു? അവര് ആ ഗാർഡനിലേക്ക് കയറി വന്നു. അപ്പോൾ ആ ബംഗ്ലാവിലുള്ള ആളുകള് പുറത്തേക്കിറങ്ങി ഷൗട്ട് ചെയ്തപ്പോ അല്ലെ, പാമ്പിനെ വേണ്ടിയിട്ട് തിരഞ്ഞപ്പോ മറ്റുള്ള നൈബേഴ്സ് അവിടെ ഒത്തുകൂടി. അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്തു അല്ലേ. എന്നിട്ട് വൈകുന്നേരമായിട്ടും ആ പാമ്പിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. Then this is a work for you. Imagine you were one of the neighbors. Briefly describe the events that took place, taking cues from the picture. അല്ലേ, ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. Imagine you were one of the neighbors. ഈ അയൽക്കാരിൽ ഒരാൾ നിങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾ അന്ന് ഉണ്ടായ കാര്യങ്ങളെ പറ്റി നിങ്ങളൊരു വിവരണം തയ്യാറാക്കുക. ഓക്കെ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഇവന്റ്. അന്ന് ഉണ്ടായ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു കുറിപ്പ്, ഒരു വിവരണം നിങ്ങൾ തയ്യാറാക്കുക. അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗാർഡനിലേക്ക് പാമ്പ് വന്നതും ബാക്കിയുള്ള ആളുകൾ ഒത്തുകൂടിയതും. ദാസ എന്ത് ചെയ്യാന്നു? യെസ്, ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. അവിടെ ഷെഡില് ഉറങ്ങുകയായിരുന്നു. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. പിന്നീട്
ആ കുറേ ആളുകൾ വീണ്ടും വന്നു, കുറെ ആയുധങ്ങൾ നമ്മൾ കണ്ടെടുത്ത്, പിന്നെ ദാസ വന്നു അല്ലേ, പിന്നീട് ആ ഒരു ബെഗർ വന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചിത്രം നോക്കി നിങ്ങൾ ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കുക. ദിസ് ഈസ് എ ടാസ്ക് ഫോർ യു. Then moving on to the activity card number 8, find the dialogue. ഡയലോഗ് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. Take a look at the dialogue between the mother duck and the ducklings. അമ്മ താറാവും കുട്ടികളും തമ്മിലുള്ള ഡയലോഗുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്രം 1 to 8. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ വായിച്ചു നോക്കുക. Then fill in the bubble using the number of the suitable dialogue. അല്ലേ, ഇവിടെ ആ ഒരു ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സ്യൂട്ട് ആകുന്ന ഡയലോഗുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. മനസ്സിലായോ? നമുക്ക് ഒന്ന് നോക്കാം. Don't go after mother. You can sim come back. എന്താണ്? നീ അമ്മയുടെ കൂടെ പോവേണ്ട. You can sim come back. എന്താ പറഞ്ഞത്? നീ അമ്മയുടെ കൂടെ പോകണ്ട, നിനക്ക് നീന്താൻ അറിയില്ല, നീ തിരിച്ചു വരൂ എന്നാണ് പറഞ്ഞത്. Then 2, I will come back with food. Stay safe. ഞാൻ ഭക്ഷണവുമായി തിരിച്ചു വരാം, ഇവിടെ സുരക്ഷിതരായിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2. Then 3, don't come near the river. നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ പുഴയുടെ അടുത്ത് വരരുത്. Help me, I can't swim. എന്നെ രക്ഷിക്കൂ, I can't swim. എനിക്ക് നീന്താൻ അറിയില്ല. ഇതാണ് 4. Then be safe. സുരക്ഷിതരായി ഇരിക്കൂ. Remember what happened to your sister. എന്താ പറഞ്ഞത്? നിങ്ങൾ സുരക്ഷിതരായിരിക്കൂ. റിമെമ്പർ, ഓർമ്മിക്കുക നിങ്ങളുടെ സിസ്റ്റർക്ക് എന്താണ് സംഭവിച്ചതെന്ന്. 6, ഓ ഗോഡ് ഷി വാസ് ഡ്രോണിങ്. എന്താണ്? ഓ ദൈവമേ, അവൾ എന്താണ്? വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. Then 7, കം ബാക്ക് ടു ദ ഷോർ. എന്താണ്? നിങ്ങള് തീരത്തേക്ക് തിരിച്ചു വരൂ. 8, ലെറ്റ് മീ ട്രൈ ടു സ്വിം. ഞാന് നീന്തി നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ 1 ആണെങ്കിൽ 1 എന്ന നമ്പർ ഇടുക, 2 ആണെങ്കിൽ 2 എന്ന നമ്പർ ഇടുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ആദ്യം നിങ്ങൾ ഇത് നോക്കുക, എന്നിട്ട് ഇതിലേക്ക് വരിക. അല്ലെ, അമ്മ താറാവ് കുട്ടികളോട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അതെന്താണ് എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തുക. തുടർന്ന് അമ്മ നീന്തി പോവുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കുട്ടികളോട് എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി ഇതിൽ ആ നമ്പർ ഇവിടെ എഴുതുക അല്ലേ. പിന്നീട് ഒരു കുട്ടി അമ്മ താറാവിന്റെ കൂടെ നീന്തി പോവുകയാണ്. അത് നമ്മളിപ്പോ പരിചയപ്പെട്ടു. അതിന്റെ നമ്പർ ഇവിടെ എഴുതുക ഇല്ലേ. അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ആക്ടിവിറ്റി ഫോർ യു. മൂവിംഗ് ഓൺ ടു ദ ആക്ടിവിറ്റി കാർഡ് നമ്പർ 9, മേക്ക് എ പ്രൊഫൈൽ. നമ്മൾ പ്രൊഫൈല് അല്ലേ, പ്രൊഫൈൽ തയ്യാറാക്കിയിട്ടുണ്ട്, മെമ്മോയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ SP ബാലസുബ്രഹ്മണ്യത്തെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഫേമസ് മ്യൂസീഷ്യൻ ശ്രീ SP ബാലസുബ്രഹ്മണ്യം. ഹിന്റുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അല്ലേ. ഇവിടെ അദ്ദേഹത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഹിയർ കാരിയർ. അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. മ്യൂസീഷ്യൻ, പ്ലേബാക്ക് സിംഗർ, ആങ്കർ, മ്യൂസിക് ഡയറക്ടർ, ആക്ടർ, ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ഫിലിം പ്രൊഡ്യൂസർ. സിനിമാ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലും കൂടുതൽ സംഗീത മേഖലയിലാണ് SP ബാലസുബ്രഹ്മണ്യം പ്രശസ്തി നേടിയത്. ബോൺ ഓൺ 4th June 1946 in നെല്ലൂർ. നെല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ദിവസം 4 ജൂൺ 1946 ജൂൺ 4 നെല്ലൂരിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ വൈഫ് സാവിത്രിയാണ്. ദെൻ ചിൽഡ്രൻ ചാരൻ ആൻഡ് പല്ലവി. ഓക്കെ, ദെൻ സാങ്. അദ്ദേഹം ഏതൊക്കെ ഭാഷയില് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്? തെലുഗു, തമിഴ്, കന്നഡ, ഹിന്ദി ആൻഡ് മലയാളം ഫിലിംസ്. ഈ ഒരു മേഖലകളിൽ അവര് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അവാർഡ്സ്. അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ്? നാഷണൽ ഫിലിം അവാർഡ്,
GIMA Award for Best Devotional Album and Padma Shri. Then education, അവർ ഒരു BTech ഹോൾഡർ ആണ്. Then died on 25 September 2020 in Chennai. ഓക്കെ, ചെന്നൈയിലാണ് അവർ മരിച്ചത്. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. എങ്ങനെ തുടങ്ങാം? യെസ്, the famous musician and playback singer SP Balasubramaniam, born on 4th June 1946 Nellore. ഓക്കെ, എന്താണ്? മ്യൂസീഷ്യനും പ്ലേബാക്ക് സിംഗറുമായ SP ബാലസുബ്രഹ്മണ്യം 1946 ജൂൺ 4 ജനിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ ആ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ആക്ടിവിറ്റി ഫോർ യു. Then activity card number 10, character sketch. അല്ലേ, ക്യാരക്ടർ സ്കെച്ച് ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ദ സോങ് ഓഫ് സോങ്സ്, അല്ലെ, പാട്ടുകളുടെ പാട്ട്. ഓക്കെ, ഹിയർ ആർ സം സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ദ സോങ് ഓഫ് സോങ്സ്. റീഡ് ദ സെന്റൻസസ് കെയർഫുള്ളി. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് Sant Haridas character? Write a paragraph about Sant Haridas based on the hints given. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് Sant ഹരിദാസിനെ പറ്റിയിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഈ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ കുറേ ഹിന്റുകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, Sant ഹരിദാസിനെ പറ്റിയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഓക്കെ, അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു വിവരണം തയ്യാറാക്കുക. ഈ ഒരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ ഹിന്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റോറി ദ സോങ് ഓഫ് സോങ്സ്. Then we are moving on to the activity card 11, find the phrasal verbs. അല്ലേ, phrasal verb നമ്മൾ പഠിച്ചു പോയ ഒരു കാര്യമാണ്. നോക്കാം, some phrasal verbs are given in the bubbles. Look at the pictures and write the suitable phrasal verbs to fill the blanks. അല്ലേ, phrasal verbുകൾ നമ്മൾ നിരവധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലേ, ഇതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ പരിചയപ്പെട്ടു പോയതാണ്. Get in, get out of, get up, get across, set out. ഓക്കെ, നോക്കാം, has Jyoti dashed to school? Then dash my dear, it is already 9. Okay, dash my dear, it is already 9. ഇവിടെ കുട്ടിയോട് പറയുന്ന ഒരു കാര്യമാണ്. ഇല്ലേ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ക്ലാസ് റൂമിന് പുറത്ത് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് എന്താണ് ചോദിക്കുക? യെസ്, മേ ഐ ഗെറ്റ് ഇൻ, അകത്തേക്ക് കയറട്ടെ, അല്ലേ? അപ്പൊ നമ്മൾ ഗെറ്റ് ഇൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. നിങ്ങളുടെ അധ്യാപകര് നിങ്ങളെ പുറത്താക്കുമ്പോൾ ഗെറ്റ് ഔട്ട് എന്നാണ് പറയുക, അല്ലേ? പുറത്തേക്ക് പോകൂ. ദെൻ നോക്കുക, ഒരു ഉദാഹരണം, ഡാഷ് മൈ ഡിയർ, ഇറ്റ് ഈസ് ആൾറെഡി 9. ഇപ്പൊ 9 മണിയായിട്ടുണ്ട്, എണീക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എണീക്കൂ എന്നുള്ളതിനുള്ള ഫ്രേസൽ വേർബ് ഗെറ്റ് അപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഗെറ്റ് അപ്പ്, വെയ്ക്ക് എന്ന് നമ്മൾ പറയും, എണീക്കുക. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ വെയ്ക്ക്. സോ ഹിയർ യു ഹാവ് ടു ഫിൽ ദിസ് ബ്ലാങ്ക് യൂസിങ് ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് മൈ ഡിയർ, ഇറ്റ് ഈസ് ആൾറെഡി 9. ദെൻ ഇവിടെയും കുറേ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, രാജു യു ആർ ലേറ്റ്, യു ഷുഡ് ഡാഷ് യുവർ സ്ലീപ്പിംഗ് ഹാബിറ്റ്. ഒഴിവാക്കണം, എന്റെ സ്ലീപ്പിംഗ് ഹാബിറ്റ് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സർ can I dash the class? I helped an old woman to dash the road. അല്ലേ, ആ റോഡ് മുറിച്ച് കടക്കാൻ അകത്തേക്ക് കയറി വരട്ടെ, മാറ്റി വെക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എവിടെയുണ്ട്? ഈ ഒരു ഫ്രേസൽ വേർബിലുണ്ട്. ഇത്തരം ഫ്രേസൽ വേർബുകൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ ആശയങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാർട്ടൂണുകൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഈ ബബിളുകൾ ഫില്ല് ചെയ്ത് fill in the blanks എന്നാണ് പറഞ്ഞിട്ടുള്ളത്. You have to complete this conversation. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തു പോവുക. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, സമയം കുറെ അധികമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി കണ്ടുമുട്ടാം.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുപോകാം.